എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. പ്രൂവിങ് ഇറാഷണാലിറ്റി ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരള സിലബസും CBSE സിലബസും എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ CBSE സിലബസ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ടോപ്പിക് എങ്ങനെയാണ്? പ്രൂവിങ് ഇറാഷണാലിറ്റി ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം തന്നെ എന്താണ്? റിയൽ നമ്പേഴ്സ് അല്ലേ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, നെഗറ്റീവ് ഇൻറ്റീജർ, പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ, ഇൻറ്റീജേഴ്സ്, അങ്ങനെ പല ഡിവിഷൻ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ നോക്കിക്കേ, റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഒന്ന് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്സ്, ഇവിടെ വിത്ത് ഡെസിമൽ പോയിന്റ്സ്. ഓക്കെ, ഇതിന്റെ ഈ ഡെസിമൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? ഒരു ഡെസിമൽ വാല്യൂ കിട്ടി, അതാണ് ഡെസിമൽ പോയിന്റ്സ്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ നോക്കിക്കേ, വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആൻഡ് വിത്ത് ഡെസിമൽ പോയിന്റ്, അങ്ങനെ രണ്ടായിട്ട് ഞാൻ ചെയ്യുവാണ്. ഈ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മുടെ ഇൻറ്റീജേഴ്സ് അല്ലേ? ഇൻറ്റീജേഴ്സ് ആണ് ഈ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്സ്. അതായത് ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സെന്ററിൽ നമ്മൾ 0 എന്ന് മാർക്ക് ചെയ്ത് അതിന്റെ റൈറ്റ് സൈഡിൽ എങ്ങനെ പോകും? 1, 2, 3, 4 എക്സെട്ര അല്ലെ? 0ന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ വരും? -1, -2, -3 എക്സെട്ര അല്ലെ? 1, 2, 3, 4 എക്സെട്ര. ആ നമ്പേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ? നാച്ചുറൽ നമ്പേഴ്സ്. ഇനി 0യും കൂടി വരുവാണെങ്കിലോ ഹോൾ നമ്പേഴ്സ്. 0യും കൂടെ വരുവാണെങ്കിൽ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ 0യ്ക്ക് റൈറ്റ് സൈഡിലുള്ള 1, 2, 3 അത് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് അല്ലെ? വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് എന്ന് പറയുമ്പം ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഡെസിമൽ വാല്യൂസ് എഴുതിയിട്ടുണ്ടോ? പോയിന്റ് ഒന്നും പണ്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അതാണ് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, പോസിറ്റീവ് വാല്യൂസ് ആണ് അല്ലെ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇനി 0യും കൂടെ വരുവാണെങ്കിൽ ഹോൾ നമ്പേഴ്സ്. ഇനി 0യ്ക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താണ്? നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് അല്ലെ? നെഗറ്റീവ് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ പോയിന്റ് വാല്യൂ ഉണ്ടോ? ഡെസിമൽ വാല്യൂ ഉണ്ടോ? ഇല്ല, വിത്തൗട്ട് ഡെസിമൽ ആണ് അല്ലെ? അപ്പോൾ ഇതെന്താണ്? നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പറിന്റെ ഒരു ഡിവിഷൻ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? ഇൻറ്റീജേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ്? വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്സ് ആണ്. ഡെസിമൽ പോയിന്റ് അവിടെ വരുന്നില്ല. ഓക്കെ, നോക്കിക്കേ. ഇനി 0യും ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞു വിത്ത് ഡെസിമൽ പോയിന്റ്സ്. വിത്ത് ഡെസിമൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പൊ 25നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നമുക്ക് എത്ര കിട്ടും? 12, 24, 1. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഞാൻ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 കൊടുത്തു.
അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 5 × 2 10, റിമൈൻഡർ 0. അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് കിട്ടിയില്ലേ? 12.5 അല്ലേ? അതായത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ്, അതായത് റിമൈൻഡർ 0 കിട്ടി, ഇവിടം കൊണ്ട് എൻഡ് ചെയ്തു അല്ലേ? അപ്പോൾ ഡെസിമൽ പോയിന്റിനെ നമുക്ക് 3 തന്നെ ഡിവൈഡ് ചെയ്യാം. അതിൽ 1 എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ടെർമിനേറ്റിംഗ് വാല്യൂ കിട്ടി അല്ലേ? അതായത് ഡെസിമൽ പോയിന്റ് തന്നെ, പക്ഷെ അതിനൊരു എൻഡിങ് ഉണ്ട്, ഒരു ടെർമിനേറ്റ് പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും? 6 × 3 18, 2. ഇനി ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ട് 0 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 × 3 18. എഗെയിൻ നമുക്ക് എന്താണ് റിമൈൻഡർ കിട്ടിയത്? 2. പിന്നെയും നമ്മളൊരു 0 കൊടുത്തു. 6 × 3 18. നോക്കിക്കേ, അപ്പോൾ ഈ വാല്യൂ റിപ്പീറ്റ് ആയത്. പിന്നെയും നമ്മൾ 0 കൊടുത്തു. അങ്ങനെ 6 6 6 എന്നും പണ്ട് പോകുകയല്ലേ അല്ലേ? അതായത് ഇവിടെ ഒരു ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ കേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ വാല്യൂ ടെർമിനേറ്റ് ചെയ്തു അല്ലെ? ഒരു ടെർമിനേറ്റിംഗ് വാല്യൂ ആണ്. ഡെസിമൽ പോയിന്റ് തന്നെ കിട്ടി അല്ലെ? വിത്ത് ഡെസിമൽ പോയിന്റ് ആണ്, പക്ഷെ അത് ടെർമിനേറ്റ് ചെയ്തു. പക്ഷെ ഈ കേസിൽ നോക്കിക്കേ, ഡെസിമൽ പോയിന്റ് കിട്ടു അല്ലെ? വിത്ത് ഡെസിമൽ പോയിന്റ് ആണ്, പക്ഷെ അത് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? അത് റിപ്പീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ്. ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നോൺ ടെർമിനേറ്റിംഗ്, പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ? റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഏതാണ്? നമ്പർ ഏതാണ്? 6 എന്ന് പറയുന്ന സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6.6 ബാർ. ഇതിന്റെ അർത്ഥം ഈ 6 എന്ന് പറയുന്നത്, ഇപ്പം 63 ഇങ്ങനെ ഇടുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 63 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? 6 ബാർ എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? 6 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് പോയിന്റിന് ശേഷം. മനസ്സിലായി? ഓക്കെ, അപ്പോൾ ഈ കേസിൽ എങ്ങനെ വരും ഇത്? ഈ കേസിൽ ഇത് എങ്ങനെ വരും? നോൺ ടെർമിനേറ്റിംഗ് അല്ലെ? ഇവിടെ ടെർമിനേറ്റ് ചെയ്തു, ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ റിപ്പീറ്റിംഗ് ആണ് അല്ലെ? റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ റിപ്പീറ്റിംഗ്. ഓക്കെ, ഇനി വേറൊരു കേസ്. നിങ്ങൾ √2 എന്ന് കേട്ടിട്ടില്ലേ? റൂട്ടിന്റെ വാല്യൂ എത്രയാണ്? 1.414213562 ഇങ്ങനെ അങ്ങ് പോവാ അല്ലേ? നോക്കിക്കേ, ഇതും ഒരു ഡെസിമൽ പോയിന്റ് ആണ് അല്ലെ? ഒരു ഡെസിമൽ വാല്യൂ വന്നിട്ടുണ്ട്. പക്ഷെ നോക്കിക്കേ, ഇത് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും അവസാനിക്കുന്നുണ്ടോ? ഇത് ഇല്ല, നോൺ ടെർമിനേറ്റിംഗ് അല്ലെ? പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ 6 റിപ്പീറ്റ് ചെയ്താണ് വന്നത്. പക്ഷെ ഇവിടെ ഏതെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ √2 എന്നത് ഒരു ഇറാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ, അതുപോലെ നോൺ റിപ്പീറ്റിംഗ് ആണ് അല്ലേ? ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്, അതായത് നമ്മുടെ ഇൻഡിജേഴ്സ് വരും, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ ആൻഡ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് എല്ലാം വരും. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ ഞാൻ വിത്ത് ഡെസിമൽ പോയിന്റ്സ് എഴുതി. അതിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നെന്താണ്? നമ്മൾ 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ടെർമിനേറ്റിംഗ് വാല്യൂ കിട്ടി. ഡെസിമൽ പോയിന്റ് ആണ് കിട്ടിയത്, പക്ഷെ അത് ടെർമിനേറ്റിംഗ് ആണ്.
പക്ഷെ ഇവിടെ നമ്മൾ 20യെ 6 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷെ അവിടെ റിപ്പീറ്റ് ചെയ്തു പോയി വാല്യൂ അല്ലെ. പക്ഷെ √2ന്റെ കേസിലോ √2 എന്ന് പറയുമ്പോൾ 1.414213562 എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവാ. അപ്പോൾ ഇവിടെ എന്താണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്, ടെർമിനേറ്റ് ചെയ്യുന്നല്ല, വാല്യൂന് ഒരു എൻഡിങ് ഇല്ല. അതുപോലെ ഈ പോയിന്റ് കഴിഞ്ഞ് ഒന്നും തന്നെ റിപ്പീറ്റും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന കേസിലെ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ടെർമിനേറ്റും ചെയ്യുന്നില്ല, റിപ്പീറ്റും ചെയ്യുന്നില്ല. ആ കേസിൽ വരുന്ന നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ രണ്ട് നമ്പേഴ്സിനെ ഇവിടെ ടെർമിനേറ്റിംഗ് അല്ലേ. ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഒരു p/q. പിയും ക്യൂ എന്താണ്? രണ്ട് ഇൻഡിജേഴ്സ്. 25 2 ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരു p/q ഫോമിലല്ലേ എഴുതിയത്. ഇവിടെയും എന്താണ് ചെയ്തത്? 20/3 അതും ഒരു p/q ഫോമിലല്ലേ. മനസ്സിലായോ? രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു ഇതിന്. ഒന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു, ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ p/q ഫോമിലാണ് ഈ എക്സാമ്പിൾ ഇട്ട് കാണിച്ചത്. അങ്ങനെ p/q ഫോം എന്ന് പറഞ്ഞ എന്താണ്? റാഷണൽ നമ്പേഴ്സ് അല്ലെ. p/q ഫോമിൽ എഴുതുന്ന എന്താണ്? റാഷണൽ നമ്പർ. അപ്പൊ ഈ രണ്ട് കേസും എന്താണ്? റാഷണൽ നമ്പേഴ്സ്. എന്താണ്? റാഷണൽ നമ്പേഴ്സ്. പക്ഷേ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ p/q ഫോമിൽ റാഷണൽ നമ്പർ എഴുതുമ്പോൾ അവിടെ q ഒരിക്കലും 0 ആകരുത് എന്നൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന ടോപ്പിക് അല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇറാഷണൽ നമ്പേഴ്സ്, ഇത് മൈക്കാണ്. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ്. നോക്കിക്കേ, ഇറാഷണൽ നമ്പേഴ്സ് അപ്പൊ ഏതൊക്കെ വരും? ടെർമിനേറ്റും ചെയ്യത്തില്ല, റിപ്പീറ്റും ചെയ്യുന്നില്ല. ഏതൊക്കെ വരും? √2, √3, √5, √7, √11. ഇതൊക്കെ എന്താണ്? നിങ്ങൾ നേരത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ കണ്ടിരുന്നു. എന്താണ് 2, 3, 5, 7, 11 എന്ന് പറയുന്ന നമ്പേഴ്സ് എന്താണ്? പ്രൈം നമ്പേഴ്സ് അല്ലെ. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്തായിരിക്കും? റൂട്ട് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നമ്പറിനെ, ഇപ്പൊ 2 എന്ന് പറയുന്ന നമ്പറിനെ 1 × 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതല്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 11 എന്ന് പറഞ്ഞാൽ എന്താണ്? 11നെ 1 × 11 എന്ന ഫോമിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. വേറെ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ എല്ലാ പ്രൈം നമ്പറിന്റെയും റൂട്ട് എന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. ഓക്കെ, അതുപോലെ തന്നെ പൈ വാല്യൂ നിങ്ങൾ എപ്പോഴും നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ കാണാറുണ്ട് അല്ലെ. പൈ എന്ന വാല്യൂ എന്താണ്? 3.14. അതും ഇങ്ങനെ റിപ്പീറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, റിപ്പീറ്റും ചെയ്യുന്നില്ല, ടെർമിനേറ്റും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇനി ഒരു കേസ് നോക്കിക്കേ, √25. ഇത് ഇറാഷണൽ നമ്പർ ആണോ? അല്ല. ഇവിടെ എല്ലാം റൂട്ട് വെച്ച് നമ്മൾ ചെയ്തു, അതെല്ലാം ഇറാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇതും റൂട്ട് വെച്ചല്ലേ ചെയ്തത്. ഇത് ഇറാഷണൽ നമ്പർ ആണോ? അല്ല. കാരണം എന്താ? ഇതൊരു കോമ്പസൈറ്റ് നമ്പർ ആണ്. പ്രൈം നമ്പർ ആണോ? അല്ല. √25 എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാക്ട് വാല്യൂ ഉണ്ട്. എന്താണ്? 5. അവിടെ എൻഡ് ചെയ്തു അല്ലേ. പക്ഷെ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എൻഡും ചെയ്യരുത്, റിപ്പീറ്റും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു തിയറം പറയുന്നുണ്ട്.
ആ തിയറം എന്താന്ന് നോക്കാം. തിയറം പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇഫ് പി ഇസ് എ പ്രൈം നമ്പർ, പി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെന്ന് വെച്ചോ. പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം പ്രൈം നമ്പർ എയും ഡിവൈഡ് ചെയ്യും. എന്താന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം. നോക്കിക്കേ, 100 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 10ന്റെ സ്ക്വയർ അല്ലേ? 10ന്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ ഈ എ എന്നത് 10 എന്ന് എടുക്കുക. 10 എന്ന വാല്യൂ നമ്മൾ എ എന്ന് എടുത്തു. ഇനി ഞാൻ ഈ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? എ സ്ക്വയർ അല്ലേ? 10 എന്ന് പറയുന്നത് എ ആണെങ്കിൽ എ സ്ക്വയർ അല്ലേ 10 സ്ക്വയർ, അതായത് 100 എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ? 2, 3, 5, 7 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എ സ്ക്വയറിനെ, എ എന്ന് പറയുന്നത് 10 ആയിട്ട് എടുത്തു. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100. അപ്പോൾ എ സ്ക്വയറിനെ ഞാൻ ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാക്ട് വാല്യൂ കിട്ടത്തില്ലേ? ഇവിടെ 50 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ പ്രൈം നമ്പറിനെ നമ്മൾ എ സ്ക്വയറിനെ ഈ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു എക്സാക്ട് വാല്യൂ കിട്ടി. അപ്പോൾ എയും നമുക്ക് ഈ പ്രൈം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. എ സ്ക്വയറിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എയും നമുക്ക് പി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 10ന്റെ സ്ക്വയർ അല്ലേ 100. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ റൂട്ട് എത്രയാണ്? 10 അല്ലേ? 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ആൻസർ എക്സാക്ട് വാല്യൂ കിട്ടത്തില്ലേ? 5 എന്ന്. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് തിയറം പറയുന്നത്. അതായത് എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, ആ എയെ ഒരു പ്രൈം നമ്പർ കൊണ്ട് എ സ്ക്വയറിനെ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എയെയും പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എയുടെ വാല്യൂ നമ്മൾ 10 എന്ന് എടുക്കുക. 10 അപ്പം എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 100. അപ്പോൾ 100നെ ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ എ സ്ക്വയർ എന്ന് പറയുമ്പം എ എന്തായിരിക്കും? 10. ആ 10നെയും ഈ സെയിം പ്രൈം നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തിയറം നോക്കാം. അപ്പോൾ നമ്മുടെ തിയറം ഇങ്ങനെയാണ് പറയുന്നത്. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ. ഒരു പ്രൈം നമ്പർ എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ പ്രൈം നമ്പർ എയും ഡിവൈഡ് ചെയ്യും, വേർ എ ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. ഓക്കെ, ഈ തിയറം നമ്മൾ അപ്ലൈ ചെയ്താണ് ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് √2 is a irrational number. ഓക്കെ, √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് തെളിയിക്കാൻ. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ റിപ്പീറ്റിംഗ് ആണ് അല്ലേ? നോൺ റിപ്പീറ്റിംഗ് ആണ്, അതുപോലെ തന്നെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റും ചെയ്യുന്നില്ല, റിപ്പീറ്റും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിന് ഞാൻ മുമ്പ് കുറച്ച് എക്സാമ്പിൾസ് എഴുതി. ഏതൊക്കെയായിരുന്നു? നമ്മുടെ പ്രൈം നമ്പേഴ്സ് അല്ലേ? റൂട്ട് ഓഫ് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? √2, √3 ഇതൊക്കെ പ്രൈം നമ്പർ അല്ലേ? √5, √7, √11 എക്സെട്ര. പക്ഷെ ഈ കേസ് ഒന്ന് നോക്കിക്കേ. √9, √16,
ഇതൊക്കെ ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് വന്നേക്കുന്നത് അല്ലേ. √3² ആണ്, ഇത് √4² ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു വാല്യൂ ഉണ്ട്. എന്താണ്? √9 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് വന്നത്. അതിനുകൊണ്ട് നമുക്ക് അതിനൊരു എക്സാക്ട് വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഇറാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആ വരുന്നെങ്കിൽ അത് ഇറാഷണൽ നമ്പർ അല്ല. പക്ഷെ √6ന്റെ കാര്യം ഒന്ന് നോക്കിക്കേ. √6 ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല അല്ലേ. അപ്പോൾ √6നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? √2 × 3. 2ഉം 3യും എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. എഗെയിൻ പ്രൈം നമ്പർ എന്നുള്ള രീതിയിൽ വന്നില്ലേ √6 എന്നത്. അപ്പോൾ √6ഉം എന്താണ്? ഒരു ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതുപോലെ √10 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഈ √10നെ എങ്ങനെ എഴുതാം? √2 × 5 അല്ലേ. 2ഉം 5ഉം ഒരു ഇറാഷണൽ നമ്പർ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ സ്ക്വയർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വന്നു. അപ്പോൾ എഗെയിൻ √10 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. √12 അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × 2 × 3. ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലേ. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇറാഷണൽ നമ്പേഴ്സ് എന്നത് എന്തൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ്. ഓക്കെ, എല്ലാ പ്രൈം നമ്പറുകളുടെയും റൂട്ട് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. പൈയുടെ വാല്യൂ ഇറാഷണൽ നമ്പർ ആണ്. ഇനി നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് ഒരു എക്സാക്ട് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇറാഷണൽ നമ്പർ അല്ല. പക്ഷെ നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, √2 എന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് തെളിയിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ഒരു തിയറം പറഞ്ഞില്ലായിരുന്നു. ആ തിയറം നിങ്ങൾ ഓർത്തിരുന്നോണം. എന്താണ്? നമ്മൾ എ എന്ന് പറയുന്ന ഒരു പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ a² / p ചെയ്യുമെങ്കിൽ a/p ചെയ്യും അല്ലേ. a² ഇപ്പൊ എയുടെ വാല്യൂ 10 ആണെന്ന് വെച്ചോ. പി ഒരു പ്രൈം അല്ലേ, 2. അപ്പൊ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എപ്പോൾ? 100നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. a² p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എയും p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറമാണ് നമ്മൾ ഇറാഷണാലിറ്റി ഓഫ് ഇറാഷണൽ നമ്പേഴ്സിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓരോ പാർട്ടിലും ഓരോ തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇറാഷണാലിറ്റി തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ തിയറമാണ്, ഇത് നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഇത് വെച്ചാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ √2 ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് തെളിയിക്കണം. പക്ഷെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്യുക. √2 ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ലെറ്റ് √2 ബി എ റാഷണൽ നമ്പർ. ഓക്കെ, ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത്? √2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് എടുത്തു. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? p/q ഫോമിൽ എഴുതാൻ പറ്റുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ടായിരുന്നു 20/3 അല്ലേ, 25/2. ഇതൊക്കെ p/q ഫോമിലല്ലേ. q എപ്പോഴും 0 ആകുമോ? ഇല്ല, q ≠ 0 ആണ്. ഓക്കെ, അപ്പൊ p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ്. പക്ഷെ ഇറാഷണൽ നമ്പറിനെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ √2നെ റാഷണൽ നമ്പർ ആയിട്ട് എടുത്തു. ഓക്കെ, ഈ p/q ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്.
സിംപ്ലസ്റ്റ് ഫോം ആണ്. ഓക്കെ, സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഞാൻ 25/50 ഇത് ഈ ഒരു റാഷണൽ നമ്പറിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണോ? അല്ല. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്ക രൂപം. അതായത് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, അതായത് 25/50 എന്നതിന്റെ വാല്യൂ എന്ത് കിട്ടും? 1/2. ഇതിനെ ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1ഉം 2ഉം കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതാണ് ഈ ഒരു റാഷണൽ നമ്പറിന്റെ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ √2 ഒരു റാഷണൽ നമ്പർ ആയിട്ട് എടുത്തു. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് റാഷണൽ നമ്പർ. പക്ഷെ അത് ഒരു സിംപ്ലസ്റ്റ് ഫോം ആണ്. ഓക്കെ, ഇനി ഈ സിംപ്ലസ്റ്റ് ഫോം എഴുതി കഴിഞ്ഞാൽ, ഒരു റാഷണൽ നമ്പറിന്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതി കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് ന്യൂമിനേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും അത് രണ്ടും കോപ്രൈമുകളായിരിക്കും. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 1 അല്ലേ? 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2. ഈ ഒരു രീതിയിലല്ലേ നമുക്ക് 1ഉം 2ഉം എഴുതാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ രണ്ടിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 1 അല്ലേ? രണ്ടിനെയും പൊതുവായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 1. അതായത് രണ്ട് നമ്പറിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് കോപ്രൈമുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ √2 ഇറാഷണൽ നമ്പർ ആണെന്ന് തെളിയിക്കണം. നമ്മൾ എന്ത് ചെയ്ത്? √2 റാഷണൽ നമ്പർ ആണെന്ന് എടുത്തു. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. ആ p/q ഫോം എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കണം. എക്സാമ്പിൾ 1/2 ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അല്ലേ? സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ആ പിയും ക്യൂവും എന്തായിരിക്കും? കോപ്രൈമുകളായിരിക്കും. p and q ആർ കോപ്രൈംസ്. ഓക്കെ, കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ രണ്ടിന്റെയും കൂടി ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു √2 റാഷണൽ നമ്പർ എടുത്തത് നമ്മൾ തെറ്റാണെന്ന് കൊണ്ടുവരുന്നത്. അതായത് √2 എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇവിടെ പിയും ക്യൂവും കോപ്രൈം ആണെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ആ ഒരു രീതി, ആ ഒരു വേ എന്താണെന്ന് പറഞ്ഞു തരുക. പിയും ക്യൂവും കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പിയുടെയും ക്യൂവിന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ? ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ തിയറം രണ്ടും അപ്ലൈ ചെയ്യണം. ഈ തിയറം എന്താണ്? a² / p ആണെങ്കിൽ a/p ആയിരിക്കും. ഓക്കെ, ഈ തിയറം ഇതിനകത്ത് അപ്ലൈ ചെയ്ത് പിക്കും ക്യൂവിനും ഓരോ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഞാൻ ആദ്യം ഇതിന്റെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഇതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള മെത്തേഡ് പറഞ്ഞു തരുവാണ്. അപ്പോൾ p/qന് ഓരോ വാല്യൂ കണ്ടുപിടിക്കണം. ആ വാല്യൂവിനകത്ത് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണെന്ന് നോക്കണം. ഓക്കെ, ഈ തിയറം അപ്ലൈ ചെയ്താണ് പിക്കും ക്യൂവിനും നമ്മൾ ഓരോ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്തെ HCF 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 1 അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് തെറ്റാണ്. നമ്മുടെ അസംഷൻ തെറ്റാണ്. ഓക്കെ, കാരണം പിയും ക്യൂവും സിംപ്ലസ്റ്റ് ഫോം ആണ്. സിംപ്ലസ്റ്റ് ഫോം ആയതുകൊണ്ട് പിയും ക്യൂവും കോപ്രൈം ആണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ അതിന്റെ HCF 1 ആയിരിക്കും അല്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? ഈ തിയറം അപ്ലൈ ചെയ്ത് പിക്കും ക്യൂവിനും ഓരോ വാല്യൂ കണ്ടുപിടിക്കുക. ആ വാല്യൂവിനകത്തുനിന്ന് HCF കാണുമ്പോൾ HCF 1 അല്ല കിട്ടുന്നതെങ്കിൽ √2 റാഷണൽ നമ്പർ അല്ല. അതായത് √2 എന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. p/q അല്ലേ? √2 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണ് p/q. ഇനി
നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ഇതിനകത്തുനിന്ന് പിയുടെയും ക്യൂയുടെയും പ്രത്യേകം വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ പിക്കും ക്യൂക്കും പ്രത്യേകം നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പോവുക. എങ്ങനെയാണ്? ആ തിയറം അപ്ലൈ ചെയ്തിട്ട്. തിയറം എന്തായിരുന്നു? എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ ആ പ്രൈം നമ്പർ തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ നോക്കിക്കേ, നമുക്ക് പിനും ക്യൂനും വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ഈ ഒരു തിയറത്തിന്റെ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പോവാം, ഓരോന്നിനെ, പിനെയും ക്യൂവിനെയും. അപ്പൊ ഇവിടെ പിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ക്യൂ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ക്യൂവിനെ നമ്മൾ ഈക്വലിന് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി അല്ലേ? അപ്പോൾ ഡിവിഷൻ ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്പിൾ ആവും. ഇനി പി ബൈ √2 ഇങ്ങോട്ട് വന്നു അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കേ, ഈ 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ലേ? പക്ഷെ അത് റൂട്ട് ചെയ്തിരിക്കുക. നമുക്ക് അതുകൊണ്ട് അതിന്റെ മൊത്തം LHSഉം RHSഉം നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, നമ്മൾ പി സ്ക്വയർ ബൈ ഒരു പ്രൈം നമ്പർ, പി അല്ലേ ഇവിടെ, പി സ്ക്വയർ ബൈ ഒരു പ്രൈം നമ്പർ, അതുപോലെ തന്നെ ക്യൂ സ്ക്വയർ ബൈ ഒരു പ്രൈം നമ്പർ, അത് വെച്ച് ഈ തിയറം വെച്ച് പിക്കും ക്യൂവിനും ഓരോ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ നോക്കിക്കേ, സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂ സ്ക്വയർ ഈക്വൽ ടു അല്ലെ? ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? പി സ്ക്വയർ ബൈ √2ന്റെ സ്ക്വയർ എന്താണ്? 2. നോക്കിക്കേ, നമ്മൾ ഇവിടെ ആ ഒരു ഫോമിൽ കൊണ്ടുവന്നില്ലേ? പി സ്ക്വയർ ബൈ എ പ്രൈം നമ്പർ എന്നുള്ളൊരു ഫോമിൽ കൊണ്ടുവന്നു, തിയറം കൊണ്ടുവന്നു അല്ലെ? ഇനി നോക്കിക്കേ, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ പി ഡിവൈഡഡ് ബൈ ഒരു പ്രൈം നമ്പർ ആയിരിക്കും അല്ലെ? ആ സെയിം പ്രൈം നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ പി ഡിവൈഡഡ് ബൈ പ്രൈം നമ്പർ ആയിരിക്കും. അപ്പൊ പിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ പിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടത്തില്ലേ? ഒരു എക്സാക്ട് വാല്യൂ കിട്ടത്തില്ലേ? നമ്മൾ അതിനെ സി എന്നെടുക്കുക. ഓക്കെ, നമുക്കറിയത്തില്ല ഇവിടെ പിയുടെ വാല്യൂ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സി കിട്ടുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ പി എന്ത് കിട്ടും? പി ഇസ് ഈക്വൽ ടു 2 അങ്ങോട്ട് പോകുമ്പോൾ 2c, ഇക്വേഷൻ 1. ഓക്കെ, പിന്നൊരു വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? 2c അല്ലേ? നോക്കിക്കേ, അതായത് √2നെ റാഷണൽ നമ്പർ ആയിട്ട് എടുത്തു. പിയും ക്യൂവും സിംപ്ലസ്റ്റ് ഫോം ആണ്. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കോപ്രൈം ആണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും HCF 1 ആണ് അല്ലെ? നമ്മൾ തെളിയിക്കാൻ പോകുന്നത് പിനും ക്യൂവിനും രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ HCF 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. 1 അല്ലെങ്കിൽ ഇത് റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ ആണ് എന്ന് തെളിയിക്കാൻ പോവാം. അപ്പൊ നോക്കിക്കേ, നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? √2 p/q ആണ് അല്ലെ? ഒരു റാഷണൽ നമ്പർ ആണ് എന്ന് നമ്മൾ എഴുതിയതിനു ശേഷം ഈ തിയറം ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പി സ്ക്വയർ ബൈ ഈ ഒരു പ്രൈം നമ്പറിനെയും കൊണ്ടുവരണം, ക്യൂ സ്ക്വയർ ബൈ ഒരു പ്രൈം നമ്പറും കൊണ്ടുവരണം. അപ്പൊ പി സ്ക്വയർ ബൈ നമുക്ക് എളുപ്പം ഈ ഒരു സ്റ്റെപ്പിൽ അങ്ങ് ചെയ്തുകൂടെ? ക്യൂവിനെ ഇങ്ങോട്ട് എടുത്താൽ p/√2 എന്നാവും. നമുക്ക് പി സ്ക്വയർ ബൈ പ്രൈം നമ്പർ, അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്താൽ പി സ്ക്വയർ ബൈ പ്രൈം നമ്പർ എന്നുള്ളത് കിട്ടി. അപ്പോൾ പി സ്ക്വയർ ബൈ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എന്താണ്? പിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പി എന്ത് കിട്ടി? 2c എന്ന് കിട്ടി. ഇനി നമുക്ക് എങ്ങനെ ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഇവിടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമുക്ക് ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ? ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് √2 ഇവിടെ നോക്കിക്കേ, √2 എന്നത് p/q ആണ്. അപ്പോൾ പിന്റെ വാല്യൂ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? √2q എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊരു ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 നൽകും. അപ്പൊ നോക്കിയേ, ഇവിടെ തന്നെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ √2 ബി എ റാഷണൽ നമ്പർ, അതായത് √2 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ p/q ഫോമിൽ എഴുതാൻ പറ്റും എന്നാണ്. അങ്ങനാണെങ്കിൽ പിയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചൂടെ? കാരണം ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പായി. നമുക്ക് ഇനി ക്യൂവിന്റെ വാല്യൂ കിട്ടാൻ എന്താണ് മാർഗം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ പിക്ക് ഇങ്ങനെ ഒരു വാല്യൂ കൂടെ കൊടുത്താൽ ഇത് പിക്ക് 2q √2q എന്നുള്ള ഫോമും ഉണ്ട്, പിക്ക് 2c എന്നുള്ള ഫോമും ഉണ്ട്. അപ്പോൾ രണ്ടിന്റെ LHS സെയിം ആയതുകൊണ്ട് രണ്ടിന്റെയും RHSഉം സെയിം ആയിരിക്കത്തില്ലേ?
അതായത് ഫ്രം 1 and 2 ഒന്നും രണ്ടും ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? √2q ഈസ് ഈക്വൽ ടു 2c എന്ന് കിട്ടി അല്ലേ? √2q ഈസ് ഈക്വൽ ടു 2c എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? q² പ്രൈം നമ്പർ. ആ തിയറം ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ നോക്കിക്കേ, ഇതിനെ q² ആക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണ്ടേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ എന്ത് കിട്ടും? 2q² ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4c². ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഞാൻ ഇങ്ങോട്ട് എഴുതാം ബാക്കി. ഓക്കെ. അപ്പോൾ 2q² ഈസ് ഈക്വൽ ടു 4c². 2ഉം 4ഉം കൂടെ വെട്ടിപ്പോയാൽ എന്ത് കിട്ടും? 2 കിട്ടും. നോക്കിക്കേ, q²/2 എന്ന് പറയുന്ന ഒരു പ്രൈം അല്ലേ? അപ്പൊ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? q²/2. രണ്ട് നമ്മുടെ തിയറം ഫോം വന്നു അല്ലേ? q²/2 ഈക്വൽ ടു c² എന്ന് കിട്ടി അല്ലേ? നമ്മുടെ തിയറം കിട്ടി. നമ്മൾ പിനെയും ക്യൂനെയും പ്രത്യേകം വാല്യൂ കൊടുക്കാൻ പോവാ. പിക്ക് 2c എന്ന് കിട്ടി. ഇനി ക്യൂക്ക് ഒരു വാല്യൂ നമുക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് p √2q ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് q2² ഒരു പ്രൈം നമ്പർ രീതിയിൽ കൊണ്ടുവന്നു. നോക്കിക്കേ, q² ഒരു പ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യൂവിനെയും ഒരു പ്രൈം നമ്പർ, ഈ സെയിം പ്രൈം നമ്പർ കൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതല്ലേ തിയറം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? മുമ്പ് p² ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെയും ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിന് c എന്നൊരു ആൻസർ നമ്മൾ കൊടുത്തു അല്ലെ? ഇവിടെ നമുക്ക് വേറൊരു ആൻസർ കൊടുക്കാം. d എന്നെടുത്തോ, d അല്ലെ? അപ്പോൾ ക്യൂവിന് എന്ത് കിട്ടി? ക്യൂവിന്റെ ആൻസർ എന്ത് കിട്ടും? 2d. ഇനി ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. പിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2c. അതായത് ഒരു കോൺസ്റ്റന്റ് നമ്പർ. സിയും ഡിയും എന്താണ്? ഏതോ ഒരു വാല്യൂ, ഒരു എക്സാക്ട് വാല്യൂ കിട്ടിയെന്നാണ് അല്ലെ? 10നെ നമ്മൾ പറഞ്ഞില്ലേ, 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 5 കിട്ടി. ഒരു എക്സാക്ട് വാല്യൂ ആണ് കിട്ടിയത്. സിയും ഡിയും ആ ഒരു എക്സാക്ട് വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ 2c എന്ന് കിട്ടി, ക്യൂവിന്റെ വാല്യൂ 2d എന്ന് കിട്ടി. നോക്കിക്കേ, ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സിംപ്ലസ്റ്റ് ഫോം ആണെങ്കിൽ പിയും ക്യൂവും എന്തായിരിക്കണം? കോപ്രൈം ആയിരിക്കണം. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെയും ഹയസ്റ്റ് കോമൺ ഡിഫറൻസ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? 2 അല്ലേ? അപ്പോൾ പിക്കും ക്യൂവിനും നമ്മൾ ഓരോ വാല്യൂ കണ്ടെത്തി. ആ തിയറം അപ്ലൈ ചെയ്തിട്ട് ഓരോ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് കോപ്രൈം ആണോ? പിയും ക്യൂവും കോപ്രൈം ആണോ? അല്ല. അതുകൊണ്ട് നമ്മളെടുത്ത ആ ഒരു അസംഷൻ തെറ്റാണ്. അതായത് √2 റാഷണൽ നമ്പർ അല്ല, √2 ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണും പ്രൂവ് ചെയ്യാനാ, ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന തിയറം എന്ന് പറയുന്നത് a² ഒരു പ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എയും ഒരു പ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഇതുപോലെ √2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് തെളിയിക്കും. √3, √5 ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് റാഷണൽ നമ്പർ ആണെന്ന്, അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കണം. എന്നിട്ട് ആ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഈ പിയും ക്യൂവും p/q ഫോമിൽ എഴുതുന്നതല്ലേ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ, അത് സിംപ്ലസ്റ്റ് ഫോം ആയതുകൊണ്ട് അത് കോപ്രൈം ആണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. എന്നിട്ട് ഈ പിക്കും ക്യൂവിനും ഓരോ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണോ ചെക്ക് ചെയ്യണം. 1 അല്ലെങ്കിൽ ഇത് റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പർ ആണെന്ന് തെളിയിക്കണം. ഇനി എങ്ങനെ ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാന്ന് ചിന്തിക്കണം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, നമ്മൾ ഈ p/q ഫോമില് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ നോക്കിക്കേ, ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിൽ, ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിൽ p²/2 എന്നുള്ള ഫോമിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തിയറം വെച്ച് നമ്മൾ p = 2c എന്ന് കിട്ടി. ഇവിടം കൊണ്ട് സ്റ്റോപ്പായി.
പക്ഷെ നമുക്ക് ഇനി ക്യൂവിന് ഒരു വാല്യൂ ആ ഒരു രീതി കൊണ്ടുവരണം, തിയറം അപ്ലൈ ചെയ്ത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഏത് രീതി ചെയ്താൽ നമുക്ക് ഇനി ക്യൂവിനെ കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു √2 = p/q, ഇവിടെ നിന്നും പിയുടെ വാല്യൂ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും കണ്ടുപിടിച്ചൂടെ. അപ്പോൾ പിയുടെ വാല്യൂ എന്ത് കിട്ടി? √2q എന്ന് കിട്ടി. അപ്പോൾ രണ്ടിന്റെയും LHS സെയിം ആണ്, അതുകൊണ്ട് RHSും സെയിം ആയിരിക്കും. അതിൽ നിന്നും നമ്മൾ q²/2 കണ്ടോ, ഈ ഒരു രീതിയെ നമ്മൾ ആ തിയറത്തിന്റെ ആ ഒരു ലെവലിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ തിയർ അപ്ലൈ ചെയ്തു. a² പ്രൈം നമ്പർ ആണെങ്കിൽ a/ ആ പ്രൈം നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു എക്സാക്ട് വാല്യൂ കിട്ടും. ഇവിടെ c എന്നെടുത്തു, ഇവിടെ d എന്നെടുത്തു. ഓക്കെ, അപ്പോൾ p = 2c ആയിരിക്കും, q = 2d ആയിരിക്കും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്തപ്പോൾ 1 അല്ല, ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 അല്ലാത്തത് കൊണ്ട് അത് ഒരു റാഷണൽ നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.